ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, മീനാണ് നമ്മുടെ വീഡിയോയുടെ താരം. ഫിഷ് റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ക്ലീനിങ്ങും കൂടെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇത് കറുത്ത ആവോലിയാണ്. ആവോലിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കറുത്ത ആവോലിയാട്ടോ. അപ്പോൾ മീൻ നന്നാക്കാൻ മൺചട്ടി വേണം, കല്ലുപ്പ് വേണം, പിന്നെ നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയും കത്രികയും, അത്രയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കത്രികയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, മൂർച്ചിച്ചിരി കുറവാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. ഫസ്റ്റ് തന്നെ ആവോലിയുടെ ചെതമ്പൽ കളയണം. അപ്പോൾ കത്രികയുടെ സൈഡിൽ തന്നെ ഒരു 6 ആങ്ക് മോഡലിൽ ഒരു കട്ടിങ് ഉണ്ടാവും. ആ സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്ക് ചെതമ്പൽ കളയാം. കറുത്ത ആവോലിക്ക് മാത്രമേ കേട്ടോ ചെതമ്പലുള്ളൂ. വെള്ളാവോലിക്ക് ചെതമ്പലില്ല. വെള്ളാവോലി ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ 2 സൈഡിലുള്ള ഈ ഫിന്നും കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഉള്ളത് മെയിനായിട്ട് 2 സൈഡിലും വരുന്ന ഫിന്നോളാണ്. അതും കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ആവോലിയുടെ എനിക്ക് തോന്നുന്നു ഫിന്ന് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അധികം ബലമില്ലാത്ത ടൈപ്പ് മുള്ളോളാണ് ഉള്ളത്. പിന്നെയും ഒരുപാട് മൂത്ത ആവോലിക്കാണ് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ എൻ്റെ കത്രിക അത്ര ശരിയില്ലാത്ത കാരണമാണ് കട്ട് ചെയ്യുമ്പോൾ ഒരു അപാകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി കെയർഫുള്ളാണ്, കാരണം എൻ്റെ നെയിലിൽ വെച്ചിരിക്കുന്ന എക്സ്റ്റൻഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവോലി കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. ഞാൻ കാണിക്കുന്ന പടപ്പാട് ഇല്ല. അപ്പോൾ ഒരു സൈഡിലെ ഫിന്ന് നമ്മൾ കട്ട് ചെയ്തു. ഇനി അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പമാണ്. മൂർച്ചയുള്ള കത്രിക ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗം പണി നടക്കും. ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും പോകാനില്ലാത്തൊരു ടൈപ്പ് മീനാട്ടോ ഈ ആവോലി. നല്ല ഫ്ലഷി ആയിട്ടുള്ള മീറ്റുള്ളൊരു ഫിഷാണ്. ഇനി വാലും കട്ട് ചെയ്തെടുക്കാം. വാലും കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ഈ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യണ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കട്ടിങ് ബോർഡ് വെച്ചിട്ട് കത്തി കൊണ്ടായാലും എളുപ്പത്തിൽ തന്നെ വാല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവോലിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തലേര ആ സൈഡും കൂടെ ക്ലീൻ ചെയ്ത് ഉള്ളിലത്തെ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയാത്രേ ഉള്ളൂ. ഞാനിപ്പോൾ തല ഈ സൈഡിൽ നിന്ന്, ഇതിനെന്താ പറയുക, നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കളയാം. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ സെയിം കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഉള്ളത് ആവോലിയുടെ ഉള്ളിൽ ഞങ്ങളിവിടെ തൃശ്ശൂർ തരാന്ന് പറയും, അതുപോലെ ചെകിളാന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്ന് പറയണേ. അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഏകദേശം പരിപാടി സെറ്റായി. അത് ഒന്നിൽ ഞാൻ കത്തി യൂസ് ചെയ്തിട്ടായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം, കത്രിക കൊണ്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഈ ചെകിളയുടെ കളർ നോക്കിയിട്ടാണ് നമ്മൾ ഫിഷ് എത്ര ഫ്രഷാന്നുള്ളത് മനസ്സിലാക്കുക. അതൊന്ന് കൈ വെച്ചിട്ടായാലും കട്ട് ചെയ്തിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫുൾ വേസ്റ്റ് അടക്കം എല്ലാതും പുറത്തേക്ക് പോകുന്നോളും. എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ആവോലിയുടെ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായി ഉരച്ച് കഴുകുമ്പോൾ തന്നെ ആവോലി നല്ല ക്ലീനായിട്ടിരിക്കും. ആവോലി നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഒന്ന് കുറുകയും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെൻറ്റർ ഭാഗം നേരെ കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസായിട്ടും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്, വലിയ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ആവോലിയുടെ തല ഭയങ്കര ഇഷ്ടമാണ്. ആവോലി തല കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. അതിന് എല്ലിന് കനമൊന്നും ഇല്ലാത്ത കാരണം, ബലമില്ലാത്ത കാരണം നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും മുള്ളൊക്കെ. അതുകൊണ്ട് തല കഴിക്കാൻ നല്ല രസമാട്ടോ ആവോലിയുടെ. അപ്പോൾ തല കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എല്ലാ പീസസും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കറിയൊക്കെ വെച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ ഭംഗി ഇങ്ങനത്തെ കട്ടിങ് ആയിട്ടുള്ള പീസസ്സാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ കല്ലുപ്പിട്ട് മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഫിഷ് നല്ല ക്ലീനായി. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുത്താൽ നമുക്ക് കറി വയ്ക്കാൻ ആവോലി റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് മാന്തൾ ക്ലീൻ ചെയ്യാം. മാന്തൾ ഇതിനെ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പട്ടത്തി മാന്തൾ എന്നാണ് പറയുക.
കുറച്ച് വലിയ ടൈപ്പ് മാന്തളാണ്. സാധാ ടൈപ്പ് ചെറിയ ടൈപ്പ് മാന്തളിന് നമ്മൾ മാന്തൽ എന്ന് തന്നെ പറയും. വലുതിനെ പട്ടത്തി മാന്തൽ എന്നാണ് പറയാറ്. ഇത് ഫ്രൈ ചെയ്താലും കറി വെച്ചാലും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. നല്ല മാംസമുള്ള മാന്തളാണ്. ഇത് നല്ല ഫ്രഷായ കാരണം നന്നായി വഴുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതും രണ്ട് സൈഡിലും ഇതുപോലെ ഇതിന് ഫിന്നോളുണ്ട്, ചിറകുകളുണ്ട്. അപ്പോൾ അത് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊലി എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. കത്രിക വെച്ചിട്ട് തന്നെ. ഇതിൻ്റെ തൊലിയൊക്കെ ഫിന്നൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പം കത്രിക തന്നെയാണ് കേട്ടോ. സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതായാലും അധികം ബലമില്ല ഈ സൈഡ്, അതുകൊണ്ട് നമുക്ക് കത്രിക വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കരിമീനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഫിന്ന് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം നല്ല ഹാർഡായിട്ടുള്ള മുള്ളായിരിക്കും ആ സൈഡിലൊക്കെ ഉണ്ടാവുക. രണ്ട് സൈഡിലുള്ള ഫിന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി തല, ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ തലയുടെ ഭാഗം പോന്നോളും. ഫിഷ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ വഴുക്കി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ നല്ല മൂർച്ചയുള്ള കത്തിയും കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഞാനാണെങ്കിൽ കത്തി കണ്ടു കഴിഞ്ഞാൽ അപ്പൻ്റെ കൈ മുറിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം മൂർച്ച കൂട്ടാറില്ല കത്തിക്ക്. ഇനി ഇതുപോലെ തന്നെ മാന്തളിനും ഉണ്ടാവും, അതും കട്ട് ചെയ്തെടുത്ത് കളയുക. അത് വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോരും കേട്ടോ. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ വലിച്ച് കളയാം, അത്രേ ഉള്ളൂ. ഈ മാന്തളിലൊന്നും ഒരുപാട് വേസ്റ്റുള്ള മീനൊന്നുമല്ല. ഇനി ഇതിൻ്റെ തൊലി കളയണം. അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തലഭാഗത്തുനിന്ന് നമുക്ക് തൊലി വലിച്ച് കിട്ടും. ഇനി ഒരു ടിഷ്യൂ വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വലിച്ച് പോരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടിഷ്യൂ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് അത്യാവശ്യം വഴുവഴുപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത് ആ തൊലി ഇങ്ങോട്ട് വലിച്ച് കിട്ടുമ്പോൾ കുറച്ചൊരു സമയം എടുത്തു. നമുക്ക് മാംസം തൊലിയിലൊപ്പം പോരാണ്ട് വേണമല്ലോ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ മാന്തളൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ വലിയ മാന്തളായ കാരണമാണ് കുറച്ചൊരു ഇത്. എന്നാലും എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം രണ്ട് സൈഡും ഈ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കുക. മാന്തളിൻ്റെ തൊലിയും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ക്ലീനിങ് ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കറി വയ്ക്കാനോ വറക്കാനോ ഒക്കെ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഫുൾ മീനുണ്ടല്ലോ അതങ്ങനെ ഫ്രൈ ചെയ്യാൻ പോവാം കേട്ടോ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണില്ല. ഇനി അടുത്തത് കൂന്തൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കൂന്തൽ, ചെമ്മീൻ, ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഭയങ്കര എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ അതിൻ്റെ തല വലിച്ചൂരിയെടുക്കുക. അതിൻ്റെ ഉള്ളിലപ്പോൾ മഷിയുള്ളൊരു ഭാഗം ഉണ്ടാവും. അതൊരു സഞ്ചിയിൽ അങ്ങനെ ഏറ്റാവും ഇരിക്കുന്നുണ്ടാവുക. അത് നമ്മൾ എടുക്കുന്ന ടൈമിൽ പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം മഷിയാവും. അപ്പോൾ മാക്സിമം പൊട്ടാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കധികം മെസ്സില്ലാണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയുടെ ഭാഗത്തൊന്നുമില്ല. ഇനി തലയുടെ ഉള്ളിലൊരു കൊമ്പ് പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും, അത് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാക്ക്, നമ്മളിവിടെ നാക്കുന്ന കേട്ടോ പറയുക ഇതിന്. ഈ ഗ്ലാസ് പോലത്തെ സംഭവത്തിനെ നാക്കെന്നാണ് പറയുക. അതും ഊരിയെടുക്കാം. ഇനി സ്കിന്ന് റിമൂവ് ചെയ്യുക. സ്കിന്ന് റിമൂവ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കൂന്തളിൻ്റെ ഒക്കെ ക്ലീനിങ് പെട്ടെന്ന് കഴിയും. ഒരുപാട് പേര് ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് കൂന്തളൊന്നും ക്ലീൻ ചെയ്യാൻ അറിയാത്ത കാരണം വാങ്ങാറില്ല, എളുപ്പമല്ല എന്നൊക്കെ. പക്ഷെ കൂന്തളൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ്. അപ്പോൾ സ്കിന്നിങ്ങനെ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നഖം വെച്ചിട്ടോ അങ്ങനെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ തൊലി ഒരു സൈഡിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിച്ചെടുക്കാൻ എളുപ്പമാണ്. അതല്ല സ്കിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലെ ചിറകുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ അതുപോലെ റെഡ് കളർ ഉണ്ടാവും. അത് അങ്ങനെ പോവാറില്ല. അത് അങ്ങനെ ഇരുന്നാലും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം എന്ന് മാത്രം. പിന്നെ ആ രണ്ട് ചിറകും ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോന്നോളും. രണ്ട് സൈഡിലേയും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂന്തളിൻ്റെ മെയിൻ ഭാഗം ഉണ്ടല്ലോ, പിന്നെ കൂന്തളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കളയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കൂന്തളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാനും എളുപ്പമായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.